എല്ലാ സുഹൃത്തുക്കൾക്കും അഞ്ചാമത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പറയുന്നത് ഇലക്ഷൻ തലേന്ന് നമ്മൾ റെക്കോർഡ്സ് കവറുകൾ ഒക്കെ ശരിയാക്കുന്ന ഒരു രീതി ആണ് ഇവിടെ പറയുന്നത്. അപ്പം അതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ തിരിച്ചു കൊടുക്കുന്ന സമയത്ത് വൈകുന്നേരം ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷം ആ ഇലക്ഷൻ പേപ്പറുകളൊക്കെ ശരിയാക്കിയിട്ട് വേണം നമ്മൾ ഈ ഇലക്ഷൻ മെറ്റീരിയൽസും കവേഴ്സും ഫോംസും ഒക്കെ ആയിട്ട് നമ്മൾ റിസീവിങ് സെൻറ്ററിൽ തിരിച്ചു കൊടുക്കാൻ. ആ സമയത്ത് നമ്മൾ നേരത്തെ പ്രീ പ്ലാൻഡ് അല്ലെങ്കിൽ കൂടുതൽ ബുദ്ധിമുട്ടാണ്. ആകെ ഒരു ഹറിബറിയാണ്, വലിച്ചുവാരി ഇടരുത്. എല്ലാം കൃത്യമായിട്ട് ഒരു പ്ലാനിങ്ങോടുകൂടി കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ട് ഉണ്ട്. അപ്പോൾ നമ്മൾ അതിനു വേണ്ടി തിരിച്ചു കൊടുക്കുമ്പോൾ എന്തൊക്കെ രേഖകളാണ്, ഏതൊക്കെ വിധത്തിലാണെന്ന് നമ്മൾ സമർപ്പിക്കേണ്ടത് എന്ന് പറയുന്ന അനക്സർ 22 എടുക്കുക. അനക്സർ 22. അപ്പൊ അനക്സർ 22 എന്ന് പറയുന്നത് റെസീറ്റ് ആണ്. അപ്പൊ റെസീറ്റ് അവിടെ നമ്മൾ റെസീറ്റ് ഓഫ് റിട്ടേൺ ഓഫ് എലക്ഷൻ റെക്കോർഡ്സ് ആൻഡ് മെറ്റീരിയൽസ് ആഫ്റ്റർ പോൾ എന്നാ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ തിരിച്ചു കൊടുത്ത് ഇത് 2 കോപ്പി തയ്യാറാക്കണം. ഈ 22ന്റെ അത് നമുക്ക് തന്നിട്ടുണ്ടാവും. ആ ഇലക്ഷൻ മെറ്റീരിയൽ റെസീറ്റ് കോപ്പി 2 തന്നിട്ടുണ്ടാവും. 2 ഞാൻ പിന്നെ പറഞ്ഞ പോലെ ഇത് തയ്യാറാക്കി രണ്ടും കൂടി അവിടെ കൊടുത്ത് അവരോരോന്ന് ചോദിക്കും. സി എവിടെ, ബി എവിടെ, വി വി പാറ്റ് എവിടെ, പിന്നെ അൺസീൽഡ് തന്നെ പിന്നെ വോട്ട് റെക്കോർഡ് 17C എവിടെ. അപ്പോൾ ഓരോന്നോരോന്നായിട്ട് നമ്മൾ കൊടുക്കേണ്ടതായിട്ട് വരും. അപ്പൊ ആ സമയത്ത് നമ്മൾ ക്രമത്തിൽ അടുക്കി എല്ലാം പ്ലാൻ ചെയ്ത് വേണം കൊണ്ടു കൊടുക്കാൻ. അതിനുശേഷം അവര് ഈ 2 കോപ്പിയിൽ 1 കോപ്പി ഒപ്പിട്ട് നമുക്ക് തരും. അതാണ് നമ്മളുടെ റെസീറ്റ്. അതായത് നമ്മൾ ഈ സാധനങ്ങളും മെറ്റീരിയൽസും ഒക്കെ അവിടെ എത്തിച്ചു എന്നതിന്റെ റെസീറ്റ് ആണത്. അപ്പൊ അതുകൊണ്ട് ഈ റെസീറ്റ് അനക്സർ 22 എന്ന് പറയുന്ന റെസീറ്റ് നിങ്ങൾ 2 തയ്യാറാക്കി വെക്കണം. ആ തയ്യാറാക്കുന്ന അനക്സർ 22വിന്റെ അടിസ്ഥാനത്തിൽ തന്നെ വേണം നിങ്ങൾ ഈ കവേഴ്സും ബാക്കി മെറ്റീരിയൽസും ഒക്കെ റെഡിയാക്കാൻ. കാരണം അവിടെ അതാണ് ആ രീതിയിലാണ് സ്വീകരിക്കുക. അല്ലെങ്കിൽ നമ്മൾ ആകെ ബുദ്ധിമുട്ടിലാവും. പല ഫോംസും ഉണ്ടാവും, എല്ലാ ഫോംസും ഇവർ ആവശ്യപ്പെടണമെന്നില്ല. അപ്പൊ നമ്മൾ എന്തൊക്കെ ആവശ്യപ്പെട്ടുവോ അതിനനുസരിച്ച് പേപ്പർ ശരിയാക്കുക. അപ്പൊ ഞാൻ ഇതിലേക്കൊന്ന് കടക്കുകയാണ്, നിങ്ങൾ ശ്രദ്ധിച്ചു നോക്ക്. ആദ്യത്തത് ഹെഡിങ് ഒന്ന് ഞാൻ പറയുന്ന പോളിംഗ് സ്റ്റേഷൻ നമ്പർ, അസംബ്ലി കോൺസ്റ്റിറ്റ്യുവൻസി, കംപ്രൈസിങ് ഇൻ ദി ഏത് പാർലമെന്ററി കോൺസ്റ്റിറ്റ്യുവൻസിയിലാണ് എന്നൊക്കെ നമ്മൾ എഴുതിയതിന് ശേഷം നമ്മൾ ഈ കൺട്രോൾ യൂണിറ്റ് കണ്ടല്ലോ, നമ്പർ ഓഫ് സീൽഡ് കൺട്രോൾ യൂണിറ്റ് നമുക്ക് മിക്കവാറും 1 ആയിരിക്കും. ഞാൻ അതുകൊണ്ട് ഇവിടെ നമ്പർ 1 എന്ന് എഴുതി. അടുത്തത് നമ്പർ ഓഫ് സീൽഡ് ബാലറ്റ് യൂണിറ്റ് 1 ഉണ്ടാവുള്ളൂ, അപ്പോൾ 1 എന്ന് എഴുതി. അടുത്തത് നമ്പർ ഓഫ് സീൽഡ് വി വി പാറ്റ്, അതും 1 എന്ന് എഴുതി. ഇനി നമ്മൾ പാക്കറ്റ്സിലേക്ക് പോവാണ്. ഈ പാക്കറ്റ്സിൽ നമുക്ക് 6ഓളം പാക്കറ്റും ഒരു കണ്ടെയ്നറും ആണുള്ളത്. ഈ 6ഓളം പാക്കറ്റുകളിൽ ഈ വലിയ പാക്കറ്റാണ് ഞാൻ പറയുന്നത്. 6 വലിയ പാക്കറ്റും ബാക്കി 7ാമത്തത് അതും ഇതെല്ലാം കൂടി ഇടാനുള്ള ഒരു പാത്രമായിരിക്കും വരുന്നത്. അപ്പോൾ അതിൽ 1ാമത്തെ പാക്കറ്റ്, ഈ മെയിൻ പാക്കറ്റാണ് ഞാൻ പറയുന്നത്. ഈ മെയിൻ പാക്കറ്റിന്റെ 1ാമത്തെ മെയിൻ പാക്കറ്റിന്റെ ഉള്ളില് 3 പിന്നെ ചെറിയ കവറുകൾ ഉണ്ടാവും. അതില് ഫസ്റ്റ് വലിയ പാക്കറ്റിന് നമ്മൾ EVM പേപ്പേഴ്സ് എന്നാ പറയുന്നത്. അതായത് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീന്റെ കൂട്ടത്തിൽ കൊടുക്കുന്ന പേപ്പറുകൾ. ആ പേപ്പറുകൾ നിർബന്ധമാണ്. അപ്പൊ അത് പിന്നെ കൗണ്ടിങ് ടേബിളിലേക്ക് പോകേണ്ടതാണ്. അതുകൊണ്ട് അതിന് ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഇത് മനസ്സിലാക്കേണ്ട കാര്യം, ഫസ്റ്റ് പാക്കറ്റിലെ ആദ്യത്തേതെന്ന് പറയുന്നത് അൺസീൽഡ് NL കണ്ടെയ്നിങ് ദ അക്കൗണ്ട് ഓഫ് വോട്ട്സ് റെക്കോർഡ് 17C, വോട്ടേഴ്സ് അക്കൗണ്ട് ഓഫ് വോട്ട്സ് അല്ലെങ്കിൽ ബാലറ്റ് പേപ്പർ അക്കൗണ്ട് ആണ് 17C. ഇവിടെ അത് ചോദിച്ചിരിക്കുന്നു. അൺസീൽഡ് എൻവലപ്പാണ്. നമ്മൾ ഈ കവറിനകത്ത് 1ാമത്തെ കവറിനകത്ത് നമ്മൾ 17Cയുടെ 2 കോപ്പിയെങ്കിലും ഇടുക. അത് സീല് ചെയ്യണ്ട എന്നാ പറഞ്ഞത്. അപ്പൊ സീല് ചെയ്യണ്ട എന്ന് പറയുമ്പോൾ നമ്മൾ ആ പേപ്പറിന്റെ സൈഡിൽ കൂടി എങ്ങാനും കടന്ന് പോയിട്ടുണ്ടെങ്കിൽ, അത് പുറത്തേക്ക് പോയിട്ടുണ്ടെങ്കിൽ ബുദ്ധിമുട്ടാണ്. അത് സാധാരണഗതിയിൽ അവരവിടെ ഈ സാധനം ഉണ്ടോ എന്ന് ഓപ്പൺ ചെയ്ത് നോക്കിയിട്ടാണ് മേടിക്കുക. നമ്മൾ വേണമെങ്കിൽ ആ കവറ് ഒന്ന് സ്റ്റാപ്ലർ ചെയ്താൽ മതി.
17C 2 കോപ്പി ഇട്ടതിന് ശേഷം ഒരു കവറിൽ അത് സ്റ്റാപ്ലർ അടുക്കി വെക്കുക. എന്നതിന് ശേഷം ഈ കവറിന്റെ പുറത്ത് നിങ്ങൾ ഇത് തിരിച്ചറിയാൻ വേണ്ടി 1/3 എന്ന് പറയും എഴുതുന്നു. കവറിന്റെ ചെറിയ കവറിന്റെ ലെഫ്റ്റ് സൈഡിൽ, വലിയ കവറിലല്ല എഴുതേണ്ടത്, ചെറിയ കവറിന്റെ ലെഫ്റ്റ് സൈഡിൽ മുകളിൽ സ്കെച്ചിലോ മറ്റോ 1/3 എന്ന് എഴുതാം. അപ്പം നമുക്കറിയാം അതിന്റെ അർത്ഥം എന്താ. ഒന്നാമത്തെ മെയിൻ പാക്കറ്റിലെ 3 കവറിലെ ഒന്നാമത്തെ കവറാണ് അത് എന്നാണ് അതിന്റെ അർത്ഥം. ഇനി രണ്ടാമത്തെ കവർ നമുക്ക് പ്രിസൈഡിംഗ് ഓഫീസേഴ്സ് റിപ്പോർട്ട് മോക്ക് പോൾ സർട്ടിഫിക്കറ്റ് ഒക്കെ വരുന്നതാണ്. അതൊരു കവറിൽ മോക്ക് പോൾ സർട്ടിഫിക്കറ്റ് 1, 2, 3 വരുന്നുണ്ട്. അത് നമ്മൾ ആ കവറിന്റെ മുകളിൽ 1/2/3 എന്ന് എഴുതും. അതായത് ഒന്നാമത്തെ മെയിൻ പാക്കറ്റിലെ 3 കവറുകളിൽ രണ്ടാമത്തെ കവർ എന്നാണ് അതിനർത്ഥം. ഇനി 1/3/3 അടുത്തത്. വിവി പാറ്റ് മോക്ക് പോൾ നടത്തിയപ്പോൾ വിവി പാറ്റിൽ ഉണ്ടായിരുന്ന സ്ലിപ്പാണ് അത്. ഒരു കറുത്ത ബാക്കേർഡ് സീൽഡ് എൻവലപ്പിൽ, കറുത്ത കവറിൽ പൊതിഞ്ഞ് നമ്മൾ സീൽ ചെയ്ത് നേരത്തെ തന്നെ വെച്ചിട്ടുണ്ട്. അതാണ് നമ്മളുടെ 1/3 എന്ന് പറയുന്നത്. അപ്പോൾ ഈ 3 കവറും നമ്മൾ കഴിഞ്ഞു. അപ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ കവറിൽ ഇടേണ്ട, ഇത് കവറിന്റെ പുറത്തായി ഈ നമ്പറുകൾ നമ്മൾ, ഇത് എൻ്റെ ഒരു സ്റ്റൈൽ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തന്നു മാത്രമേ ഉള്ളൂ. ഇത് എൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ കവറിന്റെ പുറത്ത് മാത്രമാണ് ഈ നമ്പർ നമ്മൾ എഴുതിയിരിക്കുന്നത്. ഇപ്പോൾ 1/3 നിങ്ങൾ ഇതിന്റെ കറസ്പോണ്ടിങ് ഫോം എടുത്തിട്ട് അതിന്റെ പുറത്തും ഇത് എഴുതണം, എന്നാലേ മനസ്സിലാവുള്ളൂ. ഈ ഫോം ക്രമത്തിലൊന്നുമല്ല. ഫോം നമുക്ക് തന്നിരിക്കുന്നത് ബുക്കിലെറ്റ് ആയിട്ടാണ്. 4ഓ 5ഓ ബുക്കിലെറ്റ് തന്നിട്ടുണ്ട്. ആ രീതിയിലാണ് ഫോം തന്നിരിക്കുന്നത്. ആ ബുക്കിലെറ്റിൽ ഫോംസ് ഉണ്ട്. അപ്പോൾ ആ ഫോംസ് പല രീതിയിൽ നമുക്ക് ചെയ്യാം. ഒന്നുകിൽ ഫോംസും കൂടി ഇതുപോലെ 1/3 എന്ന് എഴുതിയിട്ട് ആ 17Cയുടെ എല്ലാ ഫോമും കൂടി തലേന്ന് തന്നെ കവറിൽ കയറ്റി വെക്കാം. ബാക്കിയുള്ള അറിയുന്ന കാര്യങ്ങളൊക്കെ എഴുതി കയറ്റി വെക്കാം. മോക്ക് പോൾ സർട്ടിഫിക്കറ്റിന്റെ ആ പേപ്പർ നമുക്ക് പിന്നെ മോക്ക് പോൾ കഴിഞ്ഞ തലേന്ന് തന്നെ കയറ്റി വെച്ചതിന് ശേഷം എടുത്ത് മോക്ക് പോൾ കഴിഞ്ഞ പാട് എഴുതി ആ സർട്ടിഫിക്കറ്റ് കയറ്റി വെക്കാം. അല്ല എങ്കിൽ നിങ്ങൾക്ക് ഇതെല്ലാം എഴുതി വെച്ച് ബുക്ക്ലെറ്റിൽ നിന്ന് പറിച്ചെടുക്കാതെ എലക്ഷൻ കഴിയുന്നത് വരെ ബുക്ക്ലെറ്റിൽ തന്നെ സൂക്ഷിച്ചതിന് ശേഷം, എല്ലാം പൂരിപ്പിച്ചതിന് ശേഷം ബുക്ക്ലെറ്റിൽ നിന്ന് കീറി വൈകുന്നേരം എലക്ഷൻ കഴിഞ്ഞ് 5 മണിക്ക് ശേഷം നിങ്ങൾക്ക് കവറിൽ കയറ്റാം. ഏത് സ്റ്റൈലും നമുക്ക് സ്വീകരിക്കാം. ബുക്ക്ലെറ്റിൽ നിന്ന് കീറി എടുക്കാതെ ചെയ്യുമ്പോൾ ഉള്ള ഒരു സൗകര്യം എന്താണെന്ന് വെച്ചാൽ, ഈ പ്രിസൈഡിംഗ് ഓഫീസർക്ക് ബുക്ക്ലെറ്റ് ഇടയ്ക്കിടയ്ക്ക് മറിച്ച് നോക്കി അറിയുന്ന കാര്യങ്ങളൊക്കെ എഴുതിക്കൊണ്ടിരിക്കാം. മറ്റേ കവറിനകത്ത് ആദ്യം കയറ്റി കഴിഞ്ഞാൽ എന്താ കുഴപ്പമെന്ന് വെച്ചാൽ, രണ്ടിനും അതിൻ്റെതായ സൗകര്യം ഉണ്ട് കേട്ടോ. കവറിനകത്ത് ആദ്യം കയറ്റി വെച്ചതിന് ശേഷം എടുത്തെടുത്ത് ഓരോന്ന് എഴുതുകയാണെങ്കിൽ നമ്മൾ ഓരോ കവറിൽ നിന്നും എഴുതണം. ആ പ്രശ്നമുണ്ട്. അന്നേരം എന്താ മെച്ചം, അതോടെ അഡ്വാൻറ്റേജ് എന്താ, വൈകുന്നേരം 5 മണിക്ക് ശേഷം ഈ കവറും അതും ഇതും കൂടി പിന്നെ ഓരോന്നിലും കയറ്റി വെക്കുന്ന ഒരു ബുദ്ധിമുട്ട് ഒഴിവാക്കാൻ വേണ്ടി ഏതാണ് ഏറ്റവും സൗകര്യം എന്ന് വെച്ചാൽ അത് നമുക്ക് സ്വീകരിക്കാം. അപ്പോൾ ഇങ്ങനെ സ്വീകരിക്കുന്ന സമയത്ത് നിങ്ങൾ ഇതിൻ്റെ രണ്ടിലും ഇതുപോലെ നമ്പർ ഇട്ട് കഴിഞ്ഞാൽ നമുക്കത് വളരെ സൗകര്യമായിരിക്കും. അതാണ് ഇതിൽ പറയാനുള്ള രണ്ടാമത്തെ കാര്യം. ഇനി ഇങ്ങനെ നമ്മൾ പറയുന്ന സമയത്ത് നമുക്ക് ഈ കവറുകളൊക്കെ ഞാൻ ഒരിക്കൽ കൂടി പറയാണ്, കവറിന്റെ മുകളിൽ ഏറ്റവും ടോപ്പിൽ ഇതുപോലെ നമ്പർ ഇടുന്നതോടൊപ്പം തന്നെ ബന്ധപ്പെട്ട ഫോമിലും നിങ്ങൾ നമ്പർ ഇടണം. അത് ബുക്ക്ലെറ്റ് ആയിട്ടായിരിക്കുന്നതെങ്കിൽ പോലും ആ ബുക്ക്ലെറ്റിന്റെ അകത്തെ ഫോം കണ്ടുപിടിച്ച് അതിന്റെ മുകളിലും ഇതുപോലെ നമ്പർ ഇട്ട് കഴിഞ്ഞാൽ വൈകുന്നേരം ഒരു ഹറിബറി ഉണ്ടാവില്ല. സുഖമായിട്ട് ആ 2/4 കവർ എടുത്ത് അതിലേക്ക് ആ ഫോറം കടത്ത് കഴിഞ്ഞു. ഈ രീതിയിൽ നമുക്ക് കൊണ്ടുപോകാൻ പറ്റും. അല്ലെങ്കിൽ നിങ്ങൾ തലേന്ന് തന്നെ ഈ ഫോറങ്ങളെല്ലാം ബുക്ക്ലെറ്റിൽ നിന്ന് കീറിയിട്ട് കവറിലേക്ക് കടത്തിയും വെക്കാം. ആ കവറിലേക്ക് കടത്തുമ്പോഴും നിങ്ങൾ ഈ നമ്പർ ഇടണം. നമ്പർ ഇട്ടില്ല എന്താന്ന് പറഞ്ഞാൽ ഇലക്ഷൻ കഴിഞ്ഞ് വൈകുന്നേരം ഈ കവറിൽ നിന്ന് ഈ സാധനമൊക്കെ പുറത്തെടുത്തിട്ട് ചെയ്യുമ്പോൾ ഏതെങ്കിലും ഒരു കവറിലേക്ക് തിരിച്ചു കയറ്റാൻ വിട്ടുപോയെങ്കിൽ ഇത് ഏത് പേപ്പർ, ഈ പേപ്പർ എവിടെയാണ് കയറ്റേണ്ടതെന്നുള്ള ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും. അപ്പോൾ എങ്ങനെ നിങ്ങൾ ചെയ്താലും, തലേന്ന് നിങ്ങൾ കവറിൽ കയറ്റിയാലും ശരി, അല്ല പിറ്റേന്ന് ഇലക്ഷൻ കഴിഞ്ഞിട്ട് കവർ കയറ്റിയാലും ശരി, എങ്ങനെയാണ് ചെയ്താലും നിങ്ങൾ ഈ നമ്പറുകൾ അവരെ തമ്മിലൊന്ന് ബന്ധിപ്പിക്കേണ്ടത് എങ്ങനെയാണ്, നമ്മൾ ഇതുപോലെ നമ്പർ ചെയ്യണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇനി അപ്പോൾ ഒന്നാമത്തെ വലിയ പാക്കറ്റിൽ അതിന് EVM പേപ്പേഴ്സ് എന്നാണ് പറയുന്നത്. അതിൽ 3 കവറുകൾ ഉണ്ടായിരിക്കും. അത് നമ്മൾ കഴിഞ്ഞു. ഇനി രണ്ടാമത്തെ വലിയ പാക്കറ്റ്, സെക്കൻഡ് പാക്കറ്റിന് നമ്മൾ സ്ക്രൂട്ടിനി കവർ എന്നാണ് പറയുന്നത്.
ആ സ്ക്രൂട്ടിനി കവറിൽ എന്തൊക്കെയാ വരുന്നത് നോക്കാം. അൺസീൽഡ് എൻവലപ്പ് കണ്ടെയ്നിങ് ദ പ്രിസൈഡിംഗ് ഓഫീസേഴ്സ് ഡയറി. ഒന്നാമത്തെ കവറിൽ പ്രിസൈഡിംഗ് ഓഫീസേഴ്സ് ഡയറിയ. അൺസീൽഡ് എന്ന് പറഞ്ഞാൽ യാതൊരു കാരണവശാലും സീൽ ചെയ്യാൻ പാടില്ല. കാരണം ഈ അൺസീൽഡ് മിക്കവാറും അവിടെ ചെന്ന് അവർ തുറന്നു നോക്കും ഇതിൽ സാധനം ഉണ്ടോ. നമ്മൾ ഇത് ഒട്ടിച്ചൊക്കെ വെച്ച് കഴിഞ്ഞാൽ അത് പറിച്ച് കയറുമ്പോൾ പിന്നെ ബുദ്ധിമുട്ടാവും. അപ്പോൾ അൺസീൽഡ് എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു സ്റ്റാപ്ലർ പിൻ അടിച്ചാൽ മതി. അപ്പം നമുക്ക് അവിടുന്ന് ഇളക്കിയെടുക്കാം. വേണമെങ്കിൽ പിന്നെ അത് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ചെയ്തും കൊടുക്കാം. അതാണ് അൺസീൽഡ്. നമ്മൾ പ്രിസൈഡിംഗ് ഓഫീസേഴ്സ് ഡയറി സൂക്ഷിച്ചിരിക്കുന്ന ചെറിയ കവറിൽ രണ്ടാമത്തെ വലിയ കവറാണ് സ്ക്രൂട്ടിനി കവർ എന്ന് പറയുന്നത്. അതിൽ അടങ്ങിയിരിക്കുന്നത് 4 ചെറിയ കവറുകളാണ്. അതാണ് ഇപ്പം നമ്മൾ പറയുന്നത്. അപ്പോൾ രണ്ടാമത്തെ വലിയ പാക്കറ്റിൽ ആകെ 4 കവറുകളാണ് ഉള്ളത്, ചെറുത്. അതിൽ ആദ്യത്തത് പ്രിസൈഡിംഗ് ഓഫീസേഴ്സ് ഡയറിയാണ്. രണ്ടാമത്തത് സീൽഡ് ആണ്. രജിസ്റ്റർ ഓഫ് വോട്ടേഴ്സ്. നമ്മൾ സെക്കൻഡ് പോളിംഗ് ഓഫീസർ കീപ്പ് ചെയ്ത് ഒപ്പിട്ട് കൊണ്ടിരുന്ന വോട്ടർമാരെ ഒപ്പിട്ട വോട്ടേഴ്സ് രജിസ്റ്റർ 17A പ്രകാരമുള്ള വോട്ടേഴ്സ് രജിസ്റ്റർ ആ കവറിൽ വെച്ച് അത് സീൽ ചെയ്യണം. സീൽ ചെയ്യണമെന്ന് പറഞ്ഞാൽ ഫസ്റ്റിൽ ഒട്ടിക്കണം. ഒട്ടിച്ചതിന് ശേഷം ചുവന്ന അരക്ക് വെച്ച് മെറ്റൽ സീൽ വെച്ച് അമർത്തി ഉരുക്കി അത് ആ ചോപ്പ് അവിടെ കണ്ടിരിക്കണം, അല്ലെങ്കിൽ അത് മേടിക്കല്ലോ അവിടെ. അപ്പോൾ സീൽഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതേമാതിരി ആദ്യം ഒട്ടിക്കണം, അതിനുശേഷം ചുവന്ന അരക്ക് വെച്ച് സീൽ ചെയ്തിട്ടുണ്ടാവണം. ഓക്കെ. ഇനി മൂന്നാമത്തത് അൺസീൽഡ് എൻവലപ്പ് കണ്ടെയ്നിങ് വിസിറ്റ് ഷീറ്റ്. അൺസീൽഡ് ആണ് അതും. അത് സീൽ ചെയ്യേണ്ട എന്നാ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അൺസീൽഡ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, കവറിനകത്തിട്ട് ജസ്റ്റ് ഒരു സ്റ്റാപ്ലർ പിൻ അടിച്ചാൽ തൽക്കാലം മതി. അതിനുശേഷം അവിടെ എന്തെങ്കിലും ആവശ്യപ്പെട്ട അന്നേരം ചെയ്തു കൊള്ളുക. അപ്പോൾ ഈ വിസിറ്റ് ഷീറ്റ് എന്ന് പറയുന്ന ഫോർമാറ്റ് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ വിസിറ്റ് ഷീറ്റ് എന്ന് പറയുന്നത് നമുക്ക് ഔദ്യോഗിക സന്ദർശകർ വരുമ്പോൾ കൊടുക്കുന്ന ഒരു ഷീറ്റ്. ഒരു സ്ഥാപനത്തിൽ നമ്മൾ VIP ആയിട്ടുള്ള ഉദ്യോഗസ്ഥന്മാരാരേലും മറ്റ് ഡിപ്പാർട്ട്മെന്റ് ആണെങ്കിൽ പോലും സന്ദർശകർ വരുമ്പോൾ നമ്മൾ വിസിറ്റേഴ്സ് ഡയറി എടുത്തു കൊടുക്കാറുണ്ട്. അപ്പോൾ വിസിറ്റേഴ്സ് ഡയറിയിൽ അവരെഴുതും, ഞാൻ ഇന്ന ദിവസം ഇവിടെ സന്ദർശിച്ചു, ഇവിടുത്തെ ഇന്ന കാര്യങ്ങൾ കണ്ട് മനസ്സിലാക്കി, അത് വളരെ നന്നായി നടക്കുന്നു എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം എഴുതി ഒപ്പിടും. സ്കൂളിന്റെ അങ്ങനെ ഏതെങ്കിലും സ്ഥാപനത്തിന്റെ അന്തരീക്ഷം അതെന്താ വർക്ക് എന്ന് വെച്ചാൽ അതൊക്കെ വിശദമായിട്ട് എഴുതും. അപ്പൊ അതേമാതിരി നമുക്കിത് ഈ വിസിറ്റ് ഷീറ്റിൽ യാതൊരു കാരണവശാലും രാഷ്ട്രീയ പാർട്ടിക്കാരോ സ്ഥാനാർത്ഥികളോ അല്ലെങ്കിൽ രാഷ്ട്രീയപരമായി പ്രാധാന്യം അർഹിക്കുന്ന വ്യക്തികൾക്കുള്ളതല്ല എന്ന കാര്യം നമ്മൾ തിരിച്ചറിയുക. ഇത് ഉദ്യോഗസ്ഥർക്കും മാത്രമുള്ള, നിരീക്ഷകർക്കും ഉദ്യോഗസ്ഥർക്കും ഇലക്ഷൻ നിരീക്ഷകർക്കും ഉദ്യോഗസ്ഥർക്കും മാത്രമുള്ള ഒരു സംഭവമാണ് വിസിറ്റ് ഷീറ്റ്. അതിൽ മറ്റ് ആൾക്കാർ ഒപ്പിടാനോ അവർക്ക് കൊടുക്കാനോ പാടില്ല. ഫോർമാറ്റ്, വിസിറ്റ് ഷീറ്റിന്റെ ഫോർമാറ്റ് നമുക്ക് തന്നിട്ടുണ്ടാവും. ഓരോ സന്ദർശകവും വരുമ്പോഴും അത് എടുത്തു കൊടുക്കണം. ശരിക്കും സാർ എഴുത്. അപ്പോൾ ഒരു ഒബ്സർവർ വന്നു, ഒരു ഒബ്സർവർ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഈ വിസിറ്റ് ഷീറ്റ് അദ്ദേഹത്തിന് കൊടുക്കണം. അദ്ദേഹം അതിൽ എഴുതും, പൂരിപ്പിച്ചിട്ട് ഒപ്പിടാൻ പറയും. അപ്പോൾ അതിൽ കാര്യമായിട്ടുള്ള ഒരു സീരിയൽ നമ്പർ ഉണ്ടായിരിക്കും. പിന്നെ സന്ദർശകന്റെ പേരും പദവി എഴുതാനുള്ള കോളം ഉണ്ട്. പേരും പദവിയും ശരിക്കും ഒബ്സർവർ അല്ലെ സെക്ടർ ഓഫീസർ, റിട്ടേണിംഗ് ഓഫീസർ ആരാന്ന് വെച്ചു. പിന്നെ സന്ദർശന സമയം, പിന്നെ പോളിംഗ് നടപടികളെ കുറിച്ചുള്ള വിവരണം. അപ്പോൾ ഉദാഹരണത്തിന് വോട്ടെടുപ്പ് അദ്ദേഹം എഴുതുകയാണ്, ഇതെല്ലാം നിരീക്ഷിച്ചതിന് ശേഷം വോട്ടെടുപ്പ് സമാധാനപരമായി നടക്കുന്നു എന്ന കാര്യം അദ്ദേഹം എഴുതി. പിന്നെ അന്നേരം വരെ എത്ര വോട്ട് കിട്ടിയെന്നും കൂടി ആ കോളം ഉണ്ട്, അതും കൂടി അദ്ദേഹം എഴുതും, അദ്ദേഹത്തിന്റെ ഒപ്പിടും. ആരൊക്കെ വന്നോ, ഏതൊക്കെ നിരീക്ഷകന്മാര് അല്ലെങ്കിൽ ഒബ്സർവന്മാർ, ഉദ്യോഗസ്ഥന്മാർ, റിട്ടേണിംഗ് ഓഫീസർ ആരൊക്കെ വന്നോ അവർക്കെല്ലാം ഈ വിസിറ്റ് ഷീറ്റ് നമ്മൾ കൊടുക്കാം. അത് പൂരിപ്പിച്ച് അവർ ഒപ്പിടും. അതാണ് നമ്മളുടെ അൺസീൽഡ് എൻവലപ്പ് കണ്ടെയ്നിങ് വിസിറ്റ് ഷീറ്റ് എന്ന് പറയുന്ന രണ്ടാമത്തെ വലിയ കവറിലെ മൂന്നാമത്തെ ചെറിയ കവർ. ഓക്കെ, അടുത്തത് നാലാമത്തെ കവറാണ്. രണ്ടാമത്തെ വലിയ കവറിലെ നാലാമത്തെ കവർ നമ്മൾ അൺസീൽഡ് എൻവലപ്പ് കണ്ടെയ്നിങ് ദ ലിസ്റ്റ് ഓഫ് ബ്ലൈൻഡ് ആൻഡ് ഇൻഫോം എലക്ടേഴ്സ്. അന്ധനും ബധിരനുമായ എലക്ടേഴ്സിനെ സംബന്ധിച്ച 14A ഡിക്ലറേഷനാണ്. നമ്മൾ അത് ആ കവർ എഴുതുന്നു, അവിടെയും അൺസീൽഡ് ആണ്. ഓക്കെ, ഇനി നോക്കാം. 4 കഴിഞ്ഞു. മൂന്നാമത്തെ വലിയ കവറാണ് നമ്മൾ വരുന്നത്. വലിയ കവർ 3 ശരിക്കും 5 കവേഴ്സാണ് ഉള്ളത്. ഇത് സ്റ്റാറ്റ്യൂട്ടറി കവേഴ്സ് എന്ന് പറയുന്ന സെക്ഷനാണ്. അപ്പൊ നമ്മൾ എഴുതി 3/1/5 5 കവറാണ് ഉള്ളത്. മൂന്നാമത്തെ വലിയ പാക്കറ്റിലെ 5 കവറുകളിൽ ഒന്നാമത്തെ കവർ എന്നാണ് അതിന്റെ അർത്ഥം. അപ്പോൾ ഓരോ വലിയ കവറിലേക്കും വേണ്ട ചെറിയ കവറുകൾ നമ്മൾ റെഡി ആയി കഴിയുമ്പോൾ 1 2 3 4 ക്രമത്തിൽ 1 2 3 4 ക്രമത്തിൽ എഴുതിയതിന് ശേഷം കവർ സെറ്റ് ചെയ്ത് ആ കവറുകളിലൊക്കെ തന്നെ റബ്ബർ ബാൻഡ് ഇട്ട് ഭദ്രമായിട്ട് വെക്കുക.
ഏതിനെങ്കിലും കവർ കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ കൊണ്ടുപോയിരിക്കുന്ന പ്രിസൈഡിംഗ് ഓഫീസറുടെ കയ്യിലുള്ള കവർ ഉപയോഗിക്കാം, അല്ലെങ്കിൽ അവർ അഡീഷണൽ എൻവെൽപ്പ് തന്നിട്ടുണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം. ഒന്നാമത്തെ കവർ, മൂന്നാമത്തെ വലിയ കവറിലെ, അതായത് സ്റ്റാറ്റ്യൂട്ടറി കവറുകളിലെ 5 കവറുള്ളത്. അത് ഒന്നാമത്തെ സീൽഡ് എൻവെൽപ്പ് കണ്ടെയ്നിങ്. ഈ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, സ്റ്റാറ്റ്യൂട്ടറി കവേഴ്സായ 5 എണ്ണവും സീൽ ചെയ്യേണ്ടതാണ്, നിർബന്ധമായിട്ട് സീൽ ചെയ്യിക്കണം. കവർ, ചെറിയ കവറുകൾ ആദ്യം ഒട്ടിച്ചിരിക്കണം, പശ വെച്ച് ഒട്ടിച്ചിരിക്കണം. അതിന് കഴിഞ്ഞ് ചുവന്ന അരക്ക് വെച്ച് മെറ്റൽ സീൽ വെച്ചിട്ട് പ്രസ് ചെയ്ത് ചുവന്ന അരക്ക് വെച്ച് സീൽ ചെയ്തിരിക്കണം, നിർബന്ധമാണ്. അപ്പോൾ സീൽഡ് കവർ കണ്ടെയ്നിങ് മാർക്ക്ഡ് കോപ്പി ഓഫ് ദ ലെറ്റർ റോൾ ആൻഡ് ദ ലിസ്റ്റ് ഓഫ് CSVs. നമുക്കറിയാം, നമ്മൾ വർക്ക് ചെയ്തത് മാർക്ക്ഡ് കോപ്പിയിലായിരിക്കും. അതിൽ പോസ്റ്റൽ ബാലറ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ടാവും. പിന്നെ അഡീഷണൽ ആയിട്ട് CSV ഉണ്ടെങ്കിൽ അത് അഡീഷണൽ ലിസ്റ്റ് ഉണ്ടാവും. അതിനുള്ള ആ കോപ്പിയാണ് സ്റ്റാറ്റ്യൂട്ടറി കവറിലെ ഒന്നാമത്തെ കവർ എന്ന് പറയുന്നത്. അതിന് നമുക്ക് വേറെ വിശേഷമൊന്നും അല്ലാണ്ട് ഫോം ഇല്ല, അതുകൊണ്ട് ഫോമിന്റെ പുറത്ത് ഈ നമ്പർ എഴുതേണ്ട ആവശ്യവും ഇല്ല. നമുക്കറിയാം CSV എന്താണെന്ന്. രണ്ടാമത്തെ ക്ലാസ്സിൽ CSVയെ കുറിച്ച് ഞാൻ വിശദമായി പറഞ്ഞിട്ടുണ്ട്. അത് ക്ലാസിഫൈഡ് സർവീസ് വോട്ടർ ആണെന്നാണ് CSVയുടെ പൂർണ്ണരൂപം. അപ്പോൾ സൈന്യത്തിലൊക്കെ ജോലി ചെയ്യുന്നവര് പിന്നെ ഒരു പ്രോക്സി ഉപയോഗിച്ച്, മറ്റൊരാളെ ഉപയോഗിച്ച് വോട്ട് ചെയ്യിക്കുന്ന രീതിയാണ് ഈ CSVയിലുള്ളത്. പ്രോക്സി വോട്ട് എന്നാണ് അതിന് പറയുന്നത്. അതാണ് അവരുടെ ഒരു ഷീറ്റ്. അത് കൂടി ലിസ്റ്റ് ഉണ്ടെങ്കിൽ അതും കൂടി വെക്കണം എന്നാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. സ്റ്റാറ്റ്യൂട്ടറി രണ്ടാമത്തെ സീൽഡ് എൻവലപ്പ് കണ്ടെയ്നിങ് വോട്ടർ സ്ലിപ്പ്, അതായത് വോട്ടറിന്റെ സ്ലിപ്പ് എന്ന് പറഞ്ഞാൽ സെക്കൻഡ് പോളിംഗ് ഓഫീസർ തേർഡ് പോളിംഗ് ഓഫീസർക്ക് കൊടുക്കാൻ വേണ്ടി ഒരു സ്ലിപ്പ് ഓരോ വോട്ടർക്കും കൊടുക്കും. അതാണ് വോട്ടർ സ്ലിപ്പ് എന്ന് പറയുന്നത്. ആ വോട്ടർ സ്ലിപ്പ് എല്ലാം ശേഖരിച്ച് വെച്ച് 50യുടെ ബണ്ടിലോ ഒക്കെ ആക്കി നമ്മൾ വെച്ചിട്ടുണ്ടാവും. ആ കവറാണ് സ്റ്റാറ്റ്യൂട്ടറിയിലെ രണ്ടാമത്തെ കവർ. ഇനി മൂന്നാമത്തെ കവർ സീൽഡ് എൻവലപ്പ് കണ്ടെയ്നിങ് അൺയൂസ്ഡ് ടെൻഡേർഡ് ബാലറ്റ് പേപ്പേഴ്സ്. നമുക്ക് ടെൻഡേർഡ് ബാലറ്റ് പേപ്പേഴ്സ് തന്നിട്ടുണ്ടാവും. അതായത് മിക്കവാറും ഒരു 10 എണ്ണമായിരിക്കും തന്നിരിക്കുന്നത്. ടെൻഡേർഡ് ബാലറ്റ് പേപ്പർ എന്ന് പറയുന്നത്, നമ്മൾ ഒരു വോട്ടറുടെ വോട്ട് അറിയാതെ മറ്റൊരാൾ ചെയ്തു പോയി, ഇയാൾ വരുമ്പോൾ അയാളുടെ വോട്ട് ചെയ്തു പോയി, യഥാർത്ഥ ആൾ വരുമ്പോൾ. അപ്പോൾ അങ്ങനെയുള്ള ആൾക്ക് പിന്നെ നമ്മൾ ബാലറ്റ് യൂണിറ്റിൽ വോട്ട് ചെയ്യാൻ കഴിയില്ല. അതിനുള്ള ഒരു സംവിധാനമാണ് ടെൻഡേർഡ് ബാലറ്റ് എന്ന് പറയുന്നത്. അത് സാധാരണ പണ്ട് കാലത്തെ ബാലറ്റ് പേപ്പർ ആണ് തരുന്നത്. അതിൽ നമ്മൾ സ്ഥാനാർത്ഥിയുടെ നേർക്ക് സ്റ്റാമ്പ് വെച്ച്, അതായത് മഷി വെച്ചിട്ട് സെൽഫിംഗ് പാഡ് വെച്ചിട്ട് നമ്മൾ ആരോ ക്രോസ് മാർക്ക് അവർ ചെയ്യുകയാണ് ചെയ്യുന്നത് പേപ്പറിൽ. അവർക്ക് മെഷീനിൽ വോട്ട് ചെയ്യാനുള്ള അവകാശമില്ല ടെൻഡേർഡ് ബാലറ്റ്. അപ്പോൾ അങ്ങനെ 10 ടെൻഡേർഡ് ബാലറ്റ് പേപ്പർ തന്നിട്ടുണ്ടെങ്കിൽ അതിൽ എത്ര ഉപയോഗിച്ചു, അതിനുശേഷം ബാക്കി വരുന്നതാണ് അൺയൂസ്ഡ് ടെൻഡേർഡ് ബാലറ്റ് പേപ്പർ എന്ന് പറയുന്നത്. ഇനി നാലാമത്തെ സ്റ്റാറ്റ്യൂട്ടറിയിൽ നാലാമത്തെ കവർ സീൽഡ് എൻവലപ്പ് കണ്ടെയ്നിങ് ദ യൂസ്ഡ് ടെൻഡേർഡ് ബാലറ്റ് പേപ്പേഴ്സ് ആൻഡ് ദ ലിസ്റ്റ് ഇൻ ഫോം 17B. അപ്പോൾ ഏതെങ്കിലും ടെൻഡേർഡ് ബാലറ്റ് പേപ്പർ നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ, അയാൾ വോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ബാലറ്റ് പേപ്പർ നമ്മൾ അദ്ദേഹത്തോട് മേടിച്ച് ഈ കവറിലാക്കണം. ഒപ്പം 17B ഫോമിൽ അതിന്റെ ലിസ്റ്റും ആ കവറിൽ ഉണ്ടായിരിക്കണം. ഇനി അഞ്ചാമത്തെ സീൽഡ് എൻവലപ്പ് കണ്ടെയ്നിങ് ദ ലിസ്റ്റ് ഓഫ് ചലഞ്ചഡ് വോട്ട്. ചലഞ്ചഡ് വോട്ടിന്റെ ലിസ്റ്റ്. ചലഞ്ചഡ് വോട്ട് എന്ന് പറയുന്ന ഒരു വോട്ട് നമ്മൾ കവറിനകത്ത് വെക്കൂല, അതിന്റെ ലിസ്റ്റാണ്, ആ ചലഞ്ചഡ് വോട്ടിന്റെ ലിസ്റ്റാണ് നമ്മൾ വെക്കുന്നത്. അതാണ് സ്റ്റാറ്റ്യൂട്ടറിയിലെ അഞ്ചാമത്തെ കവർ. ഓക്കെ, ഇനി നമ്മൾ നാലാമത്തെ മെയിൻ പാക്കറ്റിലേക്കാണ് പോകുന്നത്. നോൺ സ്റ്റാറ്റ്യൂട്ടറി കവറാണ്. ഈ നോൺ സ്റ്റാറ്റ്യൂട്ടറി കവറിൽ നമ്മൾ 11 ചെറിയ കവറുകളാണ് ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. ഒന്നാമത്തത് അൺസീൽഡ് ആണ്. അൺസീൽഡ് കവർ കണ്ടെയ്നിങ്, മിക്കവാറും തന്നെ ഇതിൽ അൺസീൽഡ് ആണ് കാണുന്നത്. അൺസീൽഡ് കവർ കണ്ടെയ്നിങ് കോപ്പി ഓഫ്, അപ്പോൾ മറ്റ് ഇലക്ട്രൽ റോളിന്റെ മാർക്ക്ഡ് കോപ്പി അല്ലാത്ത മറ്റ് കോപ്പീസ് ആണ് ഒന്നാമത്തെ കവറിൽ. രണ്ടാമത്തെ കവറിൽ എൻവലപ്പ് കണ്ടെയ്നിങ് ദ അപ്പോയിന്റ്മെന്റ് ലെറ്റേഴ്സ് ഓഫ് പോളിംഗ് ഏജന്റ്സ് ഫോം. പോളിംഗ് ഏജന്റുമാരെ നിയമിച്ചുകൊണ്ട് സ്ഥാനാർത്ഥിയോ സ്ഥാനാർത്ഥിയുടെ മെയിൻ ഇലക്ഷൻ ഏജന്റോ തരുന്ന ഒരു ലെറ്റർ ആണ്, ഫോം 10 തരുന്ന ലെറ്റർ ആണ് പിന്നെ അപ്പോയിന്റ്മെന്റ് ലെറ്റേഴ്സ് ഓഫ് പോളിംഗ് ഏജന്റ്സ്. അതാണ് അത് നമുക്ക് തലേന്ന് തന്നെ അവർ കൊണ്ടുതരുമല്ലോ. ഈ ബൂത്തിൽ ഇരിക്കാനുള്ള അവകാശത്തിന് വേണ്ടി പോളിംഗ് ഏജന്റ് ആയിട്ട് നിയമിച്ചുകൊണ്ട്, പോളിംഗ് ഏജന്റിനെ നിയമിക്കുന്നത് സ്ഥാനാർത്ഥിയാവാം, അല്ലെങ്കിൽ സ്ഥാനാർത്ഥിയുടെ മെയിൻ ഇലക്ഷൻ ഏജന്റ് ആവാം. ഇവരെ നിയമിക്കും. അവരുടെ സ്പെസിമെൻ സിഗ്നേച്ചർ ഒക്കെ നമുക്ക് തന്നിട്ടുണ്ടാവും. അത് നോക്കി ആ സ്പെസിമെൻ സിഗ്നേച്ചർ നോക്കിയിട്ട് നമ്മൾ വെരിഫൈ ചെയ്യേണ്ടതായിട്ടുണ്ട് കൊണ്ടുവരുന്ന പേപ്പർ. അപ്പോൾ ആ അപ്പോയിന്റ്മെന്റ് ലെറ്റർ ആണ് രണ്ടാമത്തെ കവർ. മൂന്നാമത്തെ കവർ അൺസീൽഡ് എൻവലപ്പ് കണ്ടെയ്നിങ് ദ ഇലക്ഷൻ ഡ്യൂട്ടി സർട്ടിഫിക്കറ്റ്. ഓക്കെ, EDC. EDC സാധാരണഗതിയിൽ EDC ഇപ്രാവശ്യം ഉണ്ടാവാനുള്ള സാധ്യതയില്ല. ഇല്ല എങ്കിൽ ആ കവറിനകത്ത് ഒരു നിൽ എന്ന് എഴുതിയിട്ട് നിങ്ങൾക്ക് ആ കവർ സ്റ്റാപ്ലർ അടിക്കാം. EDC അഥവാ ഇലക്ഷൻ ഡ്യൂട്ടി സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത് പോസ്റ്റൽ ബാലറ്റ് പോലെ തന്നെയുള്ള ഒരു സംവിധാനമാണ്. അപ്പം നമ്മൾ ഒരു എക്സാമ്പിൾ, ഇരിക്കൂർ നിയോജക മണ്ഡലത്തിൽ ഒരു വോട്ടറാണ്.
ഡ്യൂട്ടിയും അയാൾക്ക് ഇരിക്കൂർ നിയോജക മണ്ഡലത്തിൽ കിട്ടിയാൽ അയാൾ ഈ ഇലക്ഷൻ ഡ്യൂട്ടി സർട്ടിഫിക്കറ്റിന് അപേക്ഷിച്ചാൽ മതി. ആ EDC കിട്ടിയാൽ അയാൾക്ക് എവിടെയാണോ ഉള്ളത്, ഡ്യൂട്ടി ഉള്ളത്, അവിടെ വെച്ച് ഈ ഡ്യൂട്ടി സർട്ടിഫിക്കറ്റിന്റെ അടിസ്ഥാനത്തിൽ അയാൾക്ക് അവിടെ വോട്ട് ചെയ്യാം. പക്ഷേ ഇപ്രാവശ്യം എനിക്ക് തോന്നുന്നത് ഒരു നിയോജക മണ്ഡലത്തിലെയും വോട്ടർക്ക് ഡ്യൂട്ടി ആ നിയോജക മണ്ഡലത്തിൽ കൊടുത്തിട്ടില്ല എന്നാണ്, വേറൊരു നിയോജക മണ്ഡലത്തിൽ. അങ്ങനെയുള്ളവർക്ക് EDC കഴിയില്ല, ഇലക്ഷൻ ഡ്യൂട്ടി സർട്ടിഫിക്കറ്റ് ഇല്ല. EDC ചെയ്യണമെങ്കിൽ, ഇലക്ഷൻ ഡ്യൂട്ടി സർട്ടിഫിക്കറ്റിൽ ഒരാൾക്ക് വോട്ട് ചെയ്യണമെങ്കിൽ അതേ മണ്ഡലത്തിൽ തന്നെയായിരിക്കണം ഇലക്ഷൻ ഡ്യൂട്ടിയും. അതുകൊണ്ട് ഇത് മിക്കവാറും ഇവിടെ നില്ലായിരിക്കും. അപ്പോൾ അത് നില്ല്, ആ കവർ വേണം, നിർബന്ധമാണ്. നില്ലായാലും നില്ലല്ലെങ്കിലും കവർ നിർബന്ധമാണ്. അപ്പോൾ ആ കവറ് അത് സൂക്ഷിക്കുക. എല്ലാ കവറിന്റെ മുകളിലും ഇതുപോലെ കവർ കണ്ടെയ്നിങ്, കവർന്ന് പിന്നെ എഴുതണ്ട, ഇലക്ഷൻ ഡ്യൂട്ടി സർട്ടിഫിക്കറ്റ് ആണ്. ഇലക്ഷൻ ഡ്യൂട്ടി സർട്ടിഫിക്കറ്റ് എന്ന് കൺസേൺഡ് സബ്ജക്റ്റ് എന്താണെന്ന് വെച്ചാൽ അത് ആ കവറിന്റെ മുകളിൽ ഉണ്ടാവണം, അത് നിർബന്ധമാണ്. ഏതെങ്കിലും ഇല്ലാത്തതാണെങ്കിൽ നമ്മൾ എഴുതി ചേർത്താൽ മതി. നെക്സ്റ്റ്, നാലാമത്തത്, ഡിക്ലറേഷൻസ് ബൈ ദ പ്രിസൈഡിങ് ഓഫീസർ. പ്രിസൈഡിങ് ഓഫീസറുടെ ഡിക്ലറേഷൻസ് ഉണ്ട്, എൻഡ്, ബിഫോർ, ആഫ്റ്റർ ഒക്കെ ഉണ്ടല്ലോ, അത് വെക്കണം. അടുത്തത് അഞ്ചാമത്തത്, റെസീറ്റ് ബുക്ക് ആൻഡ് ക്യാഷ് ഇഫ് എനി. നമ്മൾ ചലഞ്ച് വോട്ടിനെ സംബന്ധിച്ച് വരുമ്പോഴാണ് 2 രൂപ ക്യാഷ് മേടിച്ചിട്ട് വേണം ചലഞ്ച് ചെയ്യിക്കാൻ എന്നൊക്കെയാണ് പറയാറ്. അപ്പോൾ അങ്ങനെ ചലഞ്ച് ചെയ്യിച്ചു കഴിഞ്ഞാൽ, ചലഞ്ച് പരാജയപ്പെട്ടാൽ ക്യാഷ് ഗവൺമെന്റിലേക്ക് കണ്ടുകെട്ടണമെന്നാണ്. അപ്പോൾ ആ റെസീറ്റ് ബുക്ക്, അയാൾക്ക് റെസീറ്റ് കൊടുക്കണം, ബുക്ക് കൊടുക്കണം, അങ്ങനെയൊക്കെ. അപ്പം നമ്മൾ ചലഞ്ച് വോട്ട് ചെയ്യും. ചലഞ്ച് ചെയ്യുമ്പോൾ സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, സാധാരണഗതിയിലെല്ലാം ഇങ്ങനെ വെറുതെ ഏജന്റുമാർ ഇങ്ങനെ വെറുതെ സദാസമയവും ഇടയ്ക്കിടെ ഇങ്ങനെ വാദങ്ങളും ഒച്ചയും വെച്ചിരിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവാം. അപ്പോൾ അതൊന്നും ചലഞ്ച് അല്ല ശരിക്കും. അപ്പോൾ അതെല്ലാം നമ്മൾ നിരുത്സാഹപ്പെടുത്തണം. എല്ലാത്തിനും കയറി നമ്മൾ പ്രിസൈഡിങ് ഓഫീസർ അഭിപ്രായവും പറയരുത്. പ്രിസൈഡിങ് ഓഫീസർ എപ്പോഴും ശാന്തനായിട്ട് ഇരിക്കുക, ഈ പറഞ്ഞൊക്കെ കേൾക്കുക. എന്തെങ്കിലും അത്യാവശ്യ കാര്യങ്ങൾ മാത്രമേ, അവരൊന്ന് പറയുമ്പോൾ നമ്മൾ 2 പറയുന്ന രീതി ഉണ്ടാവരുത്. അപ്പോൾ ചിലപ്പോൾ ഒരു വോട്ടർ വന്നപ്പോൾ അയാൾ ഇയാളല്ല എന്ന് മറ്റേയാൾ പറഞ്ഞു. നോക്കുക, നമ്മൾ സൈലന്റ് ആയിട്ട് അത് കേൾക്കുക. അപ്പോൾ അദ്ദേഹത്തോട് ചോദിക്കുക, ഒരുപക്ഷെ ഈ ബൂത്തിൽ തന്നെ മറ്റൊരു ക്രമ നമ്പറായിട്ട് അയാൾ ഉണ്ടാവാം, അല്ലെങ്കിൽ ഇയാളുടെ ബൂത്ത് അടുത്ത ബൂത്തായിരിക്കാം. ഇങ്ങനെ പല സാഹചര്യങ്ങളുണ്ട്. അയാൾ പർപ്പസ്ഫുള്ളി വന്നതായിരിക്കണമെന്നൊന്നുമില്ല. അപ്പൊ ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ള ഒരു തീരുമാനം നമ്മൾ എടുക്കേണ്ടത് എപ്പോഴും. അപ്പോൾ പോളിംഗ് ഏജൻസിന് എന്തും പറയാലോ, ചലഞ്ച് പല രീതിയിൽ ഉന്നയിക്കാലോ, അവരുടെ ഒരു സാന്നിധ്യം അറിയിക്കാനൊക്കെ ആയിട്ട് അവർ സംസാരിക്കാറുണ്ട് പലപ്പോഴും. അപ്പോൾ ആ രീതിയാണ് അതിൽ ഉണ്ടാവേണ്ടത്. ഞാൻ സന്ദർഭവശാൽ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ ഈ ചലഞ്ചിനെ സംബന്ധിച്ച് പറഞ്ഞപ്പോൾ. അപ്പോൾ അതാണ് അഞ്ചാമത്തേതിൽ. ആറാമത്തെ കവറിൽ അൺയൂസ്ഡ് പേപ്പർ സീൽസ്. അൺയൂസ്ഡ് ആണ്, ഡാമേജഡ് ഉണ്ട്. പേപ്പർ സീലും സ്പെഷ്യൽ ടാഗും കൂടെ ഒരു കവറിൽ ഇട്ടാൽ മതി. ബാക്കി വന്നത് നമുക്ക് 2 3 പേപ്പർ സീലും 2 3 സ്പെഷ്യൽ ടാഗും തരും. അതിലെ ഒരു സ്പെഷ്യൽ ടാഗേ നമ്മൾ ഉപയോഗിക്കാറുള്ളൂ, ഒരു ഗ്രീൻ പേപ്പർ സീലേ നമ്മൾ ഉപയോഗിക്കാറുള്ളൂ. ബാക്കി എണ്ണം ഈ കവറിലിടുക. അൺസീൽഡ് ആണ്, അത് സ്റ്റാപ്ലർ ആയിരിക്കും. ഓക്കെ. ദെൻ അൺസീൽഡ് എൻവലപ്പ് ഓഫ് അൺയൂസ്ഡ് വോട്ടർ സ്ലിപ്പ് നമുക്ക് തന്നിട്ടുണ്ടാവും. ആ വോട്ടർ സ്ലിപ്പ്, ഉപയോഗിക്കാത്ത വോട്ടർ സ്ലിപ്പ് അങ്ങോട്ട് തിരിച്ചു കൊടുത്തേക്കുക, അതാണ് ഉദ്ദേശിക്കുന്നത്. ദെൻ ഡിക്ലറേഷൻസ് ഒബ്റ്റൈൻഡ് ഫ്രം എലക്ടേഴ്സ് ആസ് ദ ഏജ്. നമുക്ക് ഒരു വോട്ടർക്ക് ഏജ് ആയിട്ടില്ല, അങ്ങനെ ഒരു സംഭവം ഒന്നും വരില്ല. ഏജ് ആയിട്ടില്ല എന്ന് നമുക്ക് തോന്നിയാലല്ലേ ഒരു ചലഞ്ച്, അല്ലെ അവര് ഏജൻസ് പറയാണ്, കണ്ടാ കുട്ടിയെ പോലെ ഇരിക്കുന്നു, വയസ്സായ ഒന്നും ആയില്ലെന്ന് തോന്നിയാൽ നമുക്ക് അവരുടെ അടുത്തുനിന്ന് ഒരു ഡിക്ലറേഷൻ വാങ്ങാം. അവരെ വയസ്സിനെ സംബന്ധിച്ച ഒരു ഇന്നത്തെ കാലത്ത് അത് ഒന്നും ഇല്ല. കാരണം എല്ലാ പ്രൂഫും ഒക്കെ നമ്മൾ കൊടുത്തതിന് ശേഷമൊക്കെയാണ് നമ്മളൊരു വോട്ടർ ആവുന്നുള്ളൂ. ഡേറ്റ് ഓഫ് ബർത്തും കാര്യങ്ങളൊക്കെ അതിലുണ്ടാവും. അതുകൊണ്ട് അത്തരത്തിലുള്ള സാഹചര്യം ഉണ്ടാവാനുള്ള സാധ്യത തീരെയില്ല. ദെൻ അടുത്തത് 9ാമത്തെ കവറ്, ഡിക്ലറേഷൻ ബൈ എലക്ടർ അബൌട്ട് 49 MA ടെസ്റ്റ് വോട്ട് ചെയ്യുന്ന സമയത്ത് നോക്കണേ. ടെസ്റ്റ് വോട്ട് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. എൻ്റെ 2ാമത്തെ ക്ലാസ്സിൽ ഞാൻ ടെസ്റ്റ് വോട്ടിനെ സംബന്ധിച്ച് വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അത് ആസ് പെർ റൂള്, ഇലക്ഷൻ റൂള് 49 MA എന്നാണ് അതിൽ പറയുന്നത്. അപ്പോൾ ആ ടെസ്റ്റ് വോട്ട് ചെയ്യാൻ ഒരാൾ തയ്യാറായാൽ, അതായത് അയാൾ ഒരു ആരോപണം ഉന്നയിച്ചു, ഞാൻ ചെയ്ത ആൾക്കല്ല വോട്ട് വീഴുന്നെന്ന് ആരോപണം ഉന്നയിച്ചു, അയാൾക്ക് അത് ടെസ്റ്റ് വോട്ട് ചെയ്യാം. അങ്ങനെ ഒരു പ്രൊസീജിയർ ഉണ്ടെങ്കിൽ അയാളുടെ ശിക്ഷയെ പറ്റിയൊക്കെ, ഗുരുതരമായ 6 മാസത്തെ തടവിനെ പറ്റിയൊക്കെ പ്രിസൈഡിംഗ് ഓഫീസർ അയാളെ ബോധ്യപ്പെടുത്തണം. അതിനുശേഷം അയാൾ ഒരു സത്യപ്രസ്താവന ഒപ്പിട്ട് തരേണ്ടതായിട്ടുണ്ട്. അത് അനക്സർ 17 ആണ്. ആ സത്യപ്രസ്താവനയുടെ ഫോർമാറ്റ് എന്ന് പറയുന്നത് അനക്സർ 17 പ്രകാരമാണ്.
അപ്പോൾ അനക്സസ് 70 ഇപ്പോൾ CSV വോട്ടർ ഒരു പ്രോക്സി വോട്ട് ചെയ്യണമെങ്കിൽ പിന്നെ അല്ല ഒരു ASD ഡിക്ലറേഷൻ വേണമെങ്കിൽ അത് 14ആണ്. അതേസമയം ഒരു പിന്നെ ടെസ്റ്റ് വോട്ട് ചെയ്യുന്ന ഒരാൾ തരേണ്ട ഡിക്ലറേഷൻ അനക്സസ് 17 പ്രകാരമാണ്. അപ്പോൾ ആ ഡിക്ലറേഷനാണ് ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. ദെൻ 10ാമത്തത് എലക്ടർ നെയിം ഈസ് ASD ലിസ്റ്റിലുള്ള ആൾ, അതായത് ആബ്സെന്റി, ഷിഫ്റ്റഡ്, ഡെഡ്, ഇത്രയും മരണപ്പെട്ടതോ താമസം മാറിയതോ അല്ലെങ്കിൽ നിലവിൽ ആ പ്രദേശത്ത് ഇല്ലാത്തതോ ആയ ആൾക്കാരെയാണ് ASD എന്ന് പറയുന്നത്. നിലവിൽ ആ സ്ഥലത്ത് ഇല്ലാത്തവര്, ആ സ്ഥലത്ത് നിന്ന് താമസം മാറിയവര്, അവിടെ നിന്ന് മരിച്ചുപോയവര്, ഈ 3 പേര് ഉൾക്കൊള്ളുന്ന ലിസ്റ്റാണ് ASD ലിസ്റ്റ് എന്ന് പറയുന്നത്. അത് നമ്മളുടെ പ്രധാനപ്പെട്ട ഇലക്ടറൽ റോളിന്റെ ഒപ്പം തന്നിട്ടുണ്ടാവും. അത് നോക്കിയിട്ടാണ് നമ്മൾ ASD ലിസ്റ്റിലുള്ള ഒരാൾ വോട്ട് ചെയ്യാൻ വന്നാൽ വളരെ ശ്രദ്ധിക്കണം. നമ്മൾ അവരുടെ അടുത്ത് നിന്ന് നമ്മൾ ഡിക്ലറേഷൻ വാങ്ങേണ്ടതായിട്ടുണ്ട്. അവരുടെ ഒപ്പും തമ്പും വെക്കേണ്ടതായിട്ടുണ്ട്. ഡിക്ലറേഷൻ വാങ്ങേണ്ടതായിട്ടുണ്ട്. ഐഡന്റിഫിക്കേഷൻ കാർഡ് വളരെ സസൂക്ഷ്മം പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. പ്രിസൈഡിംഗ് ഓഫീസർ തന്നെ നേരിട്ട് പരിശോധിക്കണം. കഴിയുമെങ്കിൽ അവരുടെ ഫോട്ടോ എടുക്കാൻ അവിടെ സൗകര്യം ഉണ്ടെങ്കിൽ അത് എടുക്കണം. മൈക്രോ ഒബ്സർവർ ഉണ്ടെങ്കിൽ അയാളുടെ സാന്നിധ്യ നിരീക്ഷണം അക്കാര്യത്തിൽ ഉണ്ടായിരിക്കണം. അങ്ങനെയുള്ള ASD-കാരൻ വന്നാൽ ഡിക്ലറേഷൻ നടത്തേണ്ടത് അനക്സർ 14ലാണ്. ആ അനക്സർ 14ആണ് ഇവിടെ നമ്മൾ പറഞ്ഞിരിക്കുന്നത് 10ാമത്തെ കവർ, ഡിക്ലറേഷൻ ബൈ എലക്ടർ ഹൂസ് നെയിം ഈസ് ഇൻ ദി ASD ലിസ്റ്റ് കവർ. 11ാമത്തെ ലാസ്റ്റ് കവർ, അതായത് നോൺ സ്റ്റാറ്റ്യൂട്ടറിയിലെ 11ാമത്തെ കയർ എന്ന് പറയുന്നത് ലെറ്റർ ഓഫ് കംപ്ലൈന്റ് ടു ദി പോലീസിന് കംപ്ലൈന്റ് കൊടുക്കുന്ന ആ ഫോം, അതാണ് അതിന്റെ ലെറ്റർ ആണ് 11ാമത്തെ കവർ എന്ന് പറയുന്നത്. അടുത്തത് 5ാമത്തെ പാക്കറ്റിൽ ഹാൻഡ് ബുക്ക്, പിന്നെ ഇൻസ്ട്രക്ഷൻസ്, അതായത് EVM, VVPAT എന്നിവയുടെ ഉപയോഗക്രമം വിശദീകരിച്ചുകൊണ്ടിട്ടുള്ള ലഘുലേഖ, പോസ്റ്റർ, ട്രബിൾ ഷൂട്ടിംഗ് നിർദ്ദേശങ്ങൾ, അതൊക്കെ കൂടിയത്. പിന്നെ സീൽ ചെയ്ത കവർ മെഴുകുപയോഗിച്ച്, സാധാരണ നമ്മുടെ ഇൻഡെലിബിൾ ഇങ്ക് മെഴുകുപയോഗിച്ച് സീൽ ചെയ്യണമെന്നാണ് പറയുന്നത്. അത് ചോർച്ച വരാതിരിക്കാൻ വേണ്ടി അതിന്റെ അടപ്പിന് ചുറ്റും അത്തരത്തിലുള്ള ആണ് ഈ 5ാമത്തെ പാക്കറ്റിൽ വെക്കേണ്ട 1, 2, 3. ഇനി 6ാമത്തെ പാക്കറ്റിൽ അതർ മെറ്റീരിയൽസ് ആണ്. കണ്ടസ്റ്റിംഗ് കാൻഡിഡേറ്റിന്റെ ലിസ്റ്റ്, മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളുടെ ലിസ്റ്റ് 7A തന്നിട്ടുണ്ടാവും. അത് തന്നത് ബാക്കിയുണ്ട് കൊടുക്കണം. സിഗ്നേച്ചർ ഓഫ് കാൻഡിഡേറ്റ്, ഫോട്ടോ കോപ്പി ഓഫ് ദ സിഗ്നേച്ചർ ഓഫ് ദ കാൻഡിഡേറ്റ്, അതായത് സ്ഥാനാർത്ഥികളുടെ അല്ലെങ്കിൽ മെയിൻ ഇലക്ഷൻ ഏജന്റിന്റെ ഒപ്പിന്റെ ഫോട്ടോസ്റ്റാറ്റ് തന്നിട്ടുണ്ടാവും. കാരണം ഇലക്ഷൻ ഏജന്റിനെ നിയമിച്ചത് അവരാണോ എന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് അത് ഉള്ളത്. പിന്നെ അതർ അൺയൂസ്ഡ് ഫോംസ്, മറ്റു ഉപയോഗിക്കാത്ത ഫോമുകൾ, മെറ്റൽ സീൽ, പ്രിസൈഡിംഗ് ഓഫീസർക്ക് തന്നിരിക്കുന്ന മെറ്റൽ സീൽ, അത് ആ മെറ്റൽ സീൽ വെച്ചിട്ടാണ് ഇയാൾ എന്ത് ചെയ്യുന്നത്, പ്രിസൈഡിംഗ് ഓഫീസർ അരക്കുരുക്കി ഒഴിക്കിച്ച് മെറ്റൽ സീൽ ചെയ്യുന്നത്. ദെൻ ആരോ ക്രോസ് മാർക്ക്, അതായത് ടെൻഡേഡ് ബാലറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആരോ ക്രോസ് മാർക്ക്, കപ്പ് ഫോർ സെറ്റിംഗ്, ഇൻഡെലിബിൾ ഇങ്ക്, പിന്നെ വോട്ടിംഗ് അപ്പാർട്ട്മെന്റ് ഉണ്ടെങ്കിൽ അത്, പിന്നെ ഏതെങ്കിലുമൊക്കെ മെറ്റീരിയൽസ് ഉണ്ട് അത്. അക്വിറ്റൻസ് റോൾ ഓഫ് TA ടു പോളിംഗ് പേഴ്സണൽ, അവിടെ നിങ്ങൾ അക്വിറ്റൻസ് റോൾ എന്ന് പറഞ്ഞ ഒരു കവർ ഉണ്ടാക്കി. ഇപ്പോൾ അക്വിറ്റൻസ് റോൾ ഒന്നും ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. പിന്നെ ത്രൂ ബാങ്ക് ഓൺലൈൻ ക്യാഷ് ട്രാൻസ്ഫർ ആണ്. അപ്പോൾ അത്തരത്തിൽ അക്വിറ്റൻസ് റോള് ഇല്ലെങ്കിൽ അതിനും കൂടി ഒരു കവർ ഉണ്ടാക്കിയിട്ട് അതിൽ ആ കവറിന്റെ പുറത്ത് അക്വിറ്റൻസ് റോൾ ഓഫ് TA ടു പോളിംഗ് പേഴ്സണൽസ് എന്ന് എഴുതിയതിന് ശേഷം അതിനകത്ത് ഒരു നില്ലെന്ന് എഴുതിയ കവർ കയറ്റി വെച്ചാൽ മതി. ഓക്കെ, ഇതിൻ്റെയൊക്കെ നമ്പർ, ഓരോ കവർ നമ്പർ ഒക്കെ എഴുതണം. ഇതാണ് ഒരു പിന്നെ റെസീറ്റ് എന്ന് പറയുന്നത്. ഇത്തരത്തിലുള്ള 2 കോപ്പി നിങ്ങൾ തയ്യാറാക്കണം. ഈ പിന്നെ റെസീറ്റിന്റെ അടിസ്ഥാനത്തിൽ വേണം നിങ്ങൾ ഈ തലേന്ന് തന്നെ മെറ്റീരിയൽസ് സെറ്റ് ചെയ്ത് വെക്കാൻ. അപ്പോൾ ബുക്കിലാണ് ഈ ഫോർമാറ്റ് അല്ല, ഒരു ഫോമും ക്രമത്തിലല്ല, ഈ റെസീറ്റിന്റെ ക്രമത്തിലല്ല നമുക്ക് ഫോം പല ബുക്കിലെറ്റിലായിട്ടുള്ളത് നമ്മൾ മനസ്സിലാക്കുക. ഇവിടെ ഞാനിപ്പോൾ എഴുതിയിരിക്കുന്ന നമ്പർ ആ ഫോമിന്റെ മേലെയും കൂടി എഴുതിയാൽ നിങ്ങൾക്ക് സൗകര്യമായി, ഇത് മിസ്മാച്ച് ചെയ്യില്ല. ആ സമയത്ത് ഇതിനകത്തേക്ക് 1/1/3 എന്ന് പറഞ്ഞാൽ ആ ഒറ്റ കവറേ ഉള്ളൂ. അതിൽ ഒരു ഫോം ഉണ്ടാവും, നമ്മൾ 1/1/3 എഴുതി വെച്ചിരിക്കുന്നത്, അത് അതിലേക്ക് കയറ്റി വെച്ചാൽ മതി, കഴിഞ്ഞു. ഒന്ന്. രണ്ടാമത്തെ, നിങ്ങൾക്ക് തലേന്ന് തന്നെ ഈ ഫോംസിലെല്ലാം പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങൾ നേരത്തെ എഴുതി വെക്കാം എല്ലാ ഫോംസിലും. നിങ്ങൾ പേടിക്കേണ്ട, നില്ലാണെങ്കിൽ ആ ഫോം എന്തിനാ വെറുതെ കളയുന്നത്, ഈ ഫോം യാതൊരു കാരണവശാലും പിന്നെ ഉപയോഗിക്കുന്നില്ല.
അപ്പോൾ അതൊന്നും നമ്മൾ നോക്കേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് അറിയുന്ന എല്ലാ ഫോംസിലും തന്നെ നിങ്ങൾക്ക് അറിയുന്ന, അതായത് പോളിംഗ് സ്റ്റേഷൻ നമ്പർ, പോളിംഗ് സ്റ്റേഷൻ്റെ പേര്, അത് കോൺസ്റ്റിറ്റ്യുവൻസി, ഇതെല്ലാം നമുക്ക് എഴുതി വെക്കാവുന്ന കാര്യങ്ങളാണ്. അത് നമ്മൾ എഴുതി വെച്ച് വേണം പോകാൻ. അപ്പോൾ അത് അതിന് ശേഷം തലേന്ന് എല്ലാം അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കവറിലേക്ക് കയറ്റാൻ വേണമെങ്കിൽ ഓരോ കവർ, എന്നിട്ട് കവറെല്ലാം റബ്ബർ ബാൻഡ് ഇട്ട് നമ്മളെ ഈ പ്രിസൈഡിങ് ഓഫീസറുടെ മേശപ്പുറം എന്ന് പറഞ്ഞാൽ നല്ല കുട്ടപ്പനായിരിക്കും. ഒരു അലമ്പില്ല, ഒന്നും വലിച്ചു വാരി ഇട്ടിട്ടില്ല. കണ്ടാൽ തന്നെ അറിയാം പ്രിസൈഡിങ് ഓഫീസർ എങ്ങനെയാ പോകുന്നത്. മറ്റത് പിന്നെ ചില പ്രിസൈഡിങ് ഓഫീസർമാരുടെ ടേബിൾ കണ്ടു കഴിഞ്ഞാൽ ഒരു 10 100 പേപ്പർ ഉണ്ടാവും, കുറേ കവർ അവിടെ, കുറേ കവർ ഇവിടെ, ആകെ ഒരു പിടിയില്ല, ഏതാ എന്താ എവിടെയാ ഒന്നും അറിയില്ല. ഈ രീതി നമ്മൾ ഒഴിവാക്കണം. ഞാൻ വെറുതെ കളിയാക്കിയൊന്നും അല്ല കേട്ടോ, വെറുതെ ഒന്ന് നിങ്ങളോടത് പറഞ്ഞു, ബി ഫ്രണ്ട്ലി പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ നമ്മൾ ചെയ്യണം. ഈ രണ്ട് ഓപ്ഷനിൽ ഏതാണ് നിങ്ങൾക്ക് ഇഷ്ടം അത് സ്വീകരിക്കാം. ഒന്നുകിൽ തലേന്ന് കവറിനകത്ത് കയറ്റി വെച്ച് എല്ലാം എഴുതാം, എല്ലാം അറിയുന്നത് മുഴുവൻ എഴുതി വെക്കാം. എന്നിട്ട് വോട്ടിങ്ങിന്റെ സമയത്ത് ഈ കവർ ഓരോന്നായിട്ട് എടുത്ത് നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാനുണ്ടെങ്കിൽ ഓരോ വലിയ കവറിൽ ഇടേണ്ട വലിയ കവർ അവിടെ മാറ്റി വെച്ചാൽ മതി, അതിലിടണമെന്നില്ല ഇപ്പോൾ. എന്നതിന് ശേഷം ഈ ചെറിയ കവറിന്റെ സെറ്റുകൾ മൊത്തം റബ്ബർ ബാൻഡ് ഇടുക. ഓരോ മെയിൻ കവറിലേക്ക് പോകേണ്ട ചെറിയ കവർ റബ്ബർ ബാൻഡ് ഇട്ട് സെറ്റ് ചെയ്ത് വെക്കുക. ബുക്ക്ലെറ്റ് അവസാനമാണ് കീറുന്നതെങ്കിൽ, ഇലക്ഷൻ കഴിഞ്ഞ് 5 മണിക്ക് ശേഷം പൂരിപ്പിച്ചതിന് ശേഷമാണ് കീറുന്നതെങ്കിൽ അന്നേരം കീറിയിട്ട് ക്രമത്തിൽ അതിലേക്ക് വെച്ചാൽ മതി. ആലോചിച്ച് നോക്കുക ഏതാ സൗകര്യം എന്ന്. അപ്പോൾ ഏത് സൗകര്യമാണെങ്കിലും നിങ്ങൾ, എൻ്റെ ഒരു അഭിപ്രായത്തിൽ, രണ്ടിൻ്റെയും പുറത്ത്, കവറിൻ്റെ മുകളിലും ഈ ഫോമിൻ്റെ പുറത്തും ഇതുപോലെ ഈ നമ്പർ തന്നെ വേണമെന്നില്ല. നിങ്ങൾക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള മറ്റൊരു A1/3 എന്നാ സ്വീകരിക്കേണ്ടത്, അങ്ങനെ സ്വീകരിക്കാം. പക്ഷെ നമ്മൾ ഇവിടെ എഴുതിയിരിക്കുന്നത് 1/3 എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ മെയിൻ കവറിലെ 3 കവറിലെ ഒന്നാമത്തെ ആളെന്ന് എഴുതുമ്പോൾ കുറച്ചുകൂടി വ്യക്തമാണ് കാര്യങ്ങൾ. അതുകൊണ്ടാണ് ആ രീതിയിൽ പറഞ്ഞത്. അപ്പോൾ എല്ലാവരും ഇത്തരത്തിലുള്ള ഒരു സമീപനം സ്വീകരിച്ച് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് തലേന്ന് തന്നെ നമുക്ക് ഇത്, ഈ പണി തീരുന്നതോടുകൂടി പ്രിസൈഡിങ് ഓഫീസറും പോളിംഗ് ഓഫീസർമാരും ഒക്കെ അവരുടെ ഒരു കോൺഫിഡൻസ് വളരെയധികം വർദ്ധിച്ചതായിട്ട് നമുക്ക് കാണാം. ഇതുവരെയും പോകാത്ത ആൾക്കാരും പോയിട്ട് ഒരിക്കൽ പോലും പ്രിസൈഡിങ് ഓഫീസർ ആവാത്തവർ, എലക്ഷൻ ബൂത്ത് തന്നെ കാണാത്തവരൊക്കെ ഉണ്ടാവും ഈ ഡ്യൂട്ടിയിൽ. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഒക്കെ വളരെ ഇത്തരത്തിൽ പണി തീർന്നു കഴിയുമ്പോൾ നമുക്ക് തന്നെ നമ്മൾ, ഓ ഇത്രയേ ഉള്ളൂ, ഇതൊക്കെ വളരെ നിസ്സാരമായിട്ട് നമുക്ക് ചെയ്യാമല്ലോ എന്ന് നമുക്ക് തന്നെ പറയാൻ കഴിയുന്ന ഒരു സ്ഥിതിവിശേഷം വരും. ഓക്കെ, ഞാൻ ഇവിടെ ഇത് അവസാനിപ്പിക്കാം. ഇത് 2 കോപ്പിയാണ് നിങ്ങൾ തയ്യാറാക്കേണ്ടത്. ഈ തലേന്ന് തന്നെ ഈ അപ്പൻഡിക്സ് അനക്സർ 22 എടുത്ത് അതിൽ തന്നെയാണ് വർക്ക് തുടങ്ങേണ്ടത് എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. നമ്മൾ അവിടെ കൊടുത്ത് റെസീറ്റ് വാങ്ങലാണല്ലോ നമ്മുടെ ലക്ഷ്യം. ഈ മെറ്റീരിയൽസ് ഒക്കെ റിസീവിങ് സെന്ററിൽ കൊടുത്തിട്ട് റെസീറ്റ് നമ്മൾ വാങ്ങുന്നതോടുകൂടി മാത്രമേ നമ്മളുടെ ജോലി പൂർത്തിയാകുന്നുള്ളൂ. അപ്പോൾ അത് പൂർത്തിയാക്കണമെങ്കിൽ നമ്മൾ റെസീറ്റിൽ തന്നെ പണി തുടങ്ങണം. അപ്പോൾ റെസീറ്റിൽ എന്തൊക്കെ കൊടുക്കണോ അത് കൃത്യമായിട്ട് കൊടുക്കുക. ഞാൻ പറയുന്നത് റിപ്പീറ്റ് ചെയ്ത് പോകുന്നുണ്ടെന്ന് തോന്നുന്നു, സദയം ക്ഷമിക്കുക. ഈ വളരെ ഒരുപാട് സമയം ഇല്ലാതെ തീർക്കാൻ വേണ്ടിയാണ് വളരെ സ്പീഡിൽ ഞാൻ പറഞ്ഞത്. പിന്നെ ഞാൻ ഈ വീഡിയോസൊക്കെ തന്നെ പ്ലേലിസ്റ്റ് ആയിട്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ ഏതെങ്കിലും ആ പ്ലേലിസ്റ്റ് അമർത്തി കഴിഞ്ഞാൽ ഈ ഇലക്ഷനുമായി ബന്ധപ്പെട്ട എല്ലാ വീഡിയോസും നിങ്ങൾക്ക് ലഭിക്കും. പിന്നെ സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തിക്കോളൂ. എല്ലാ സംശയങ്ങൾക്കും പിന്നെ നമ്മൾ ഒരു 5-ാം തീയതി 6-ാം തീയതി ആകുമ്പോഴത്തേക്കുള്ള മറുപടി നമുക്ക് തരാൻ വേണ്ടി കഴിയും. എപ്പോഴും നോക്കി ചെയ്യാൻ പറ്റില്ല, കാരണം പല ജോലികളുള്ളതുകൊണ്ട് അങ്ങനെ കമൻറ്റിൽ വരുന്ന എല്ലാ ചോദ്യങ്ങൾക്കും അന്നേരം മറുപടി കിട്ടില്ല. എന്നാലും കഴിയുന്നത് ഞാൻ ചെയ്യും എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. പിന്നെ അപ്പോൾ ക്ലാസ്സുകൾ നിങ്ങൾ കേൾക്കുന്നവർ ദയവായിട്ട് ഒരു കമൻറ്റ് രേഖപ്പെടുത്താൻ താല്പര്യപ്പെടുക. കാരണം എന്താ വെച്ചാൽ നിങ്ങൾ എങ്ങനെ ഇത് ഫീൽ ചെയ്യുമെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഒരു വിരൽ പൊക്കിക്കൊണ്ടൊന്നുമില്ല, നിങ്ങൾക്ക് എങ്ങനെയാണ് ഈ ക്ലാസ്സുകൾ നന്നാവുന്നുണ്ടോ, എന്തെങ്കിലും മോഡിഫിക്കേഷൻസ് ഒക്കെ വരുത്തണോ, ഒരു അഭിപ്രായം തുറന്നെഴുതാൻ വേണ്ടി, വേറെ ഒരു കമൻറ്റ് എഴുതിയില്ലേ പോലും അഭിപ്രായങ്ങൾ തുറന്നെഴുതാൻ വേണ്ടിയിട്ടുള്ള ഒരു അപേക്ഷയോടെ പിന്നെ എന്നെ കേട്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം.